നമ്മളുടെ മിക്കവരുടെ ഫേവറേറ്റ് ആയിരുന്നു അൺബോക്സിംഗ് ഡ്യൂഡ്. പെട്ടെന്നൊരു ദിവസം ഒരു വീഡിയോ ഇട്ടു. സോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും മോശമായിട്ട് കാണുന്നത്. പിന്നെ ഏത് വീഡിയോ അടിയിൽ വന്നാലും അവിടെ കുറെ ആൾക്കാർ വരും എന്റെ ചാനൽ കാണാൻ. ഈ വീഡിയോ കണ്ടിട്ട് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഫാൻസ് ആയവർ വരെ അവർ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഹേറ്റേഴ്സായി മാറി. കണ്ടന്റ് മേക്കിംഗ് കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രക്കും രീതിയിൽ കുറെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ അപ്പുറത്തുള്ള ചാനലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നു. അപ്പം ആ ഒരു ഒറ്റ വീഡിയോ കാരണം അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഫാൻസ് വരെ ഹേറ്റേഴ്സായി മാറിപ്പോയി എന്ന് പറയുമ്പോൾ ഹി ഹാസ് എ പോയിന്റ്. എന്നാലും എന്തൊക്കെയോ അഹങ്കാരമാണ്, മറ്റേതാന്ന് മറിച്ചേതാന്നൊക്കെ പറഞ്ഞ് കുറേ ഹേറ്റേഴ്സ് ഉണ്ടായി. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഫുൾ സമയം വെച്ചാൽ നമുക്കറിയാം വീഡിയോ കിട്ടും. അപ്പോൾ നമ്മളുടെ അൺബോക്സിംഗ് ഡ്യൂഡ് ചാനൽ എടുത്തിട്ടുണ്ട്, അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ കൊച്ചിയിലെ ഏറ്റവും വലിയ സ്ക്രീൻ, അപ്പം അതാണ് ലേറ്റസ്റ്റ് വീഡിയോ. അതിനിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 3 ദിവസം കൊണ്ട് 74K വ്യൂസാണ്. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അൺബോക്സിംഗ് ഡ്യൂഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ മിനിമം ഒരു 100K എങ്കിലും അടിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു. പിന്നെ പോപ്പുലർ വീഡിയോ എത്ര മില്യൺ ഉണ്ട്? 63 lakh വ്യൂസ് എന്ന് പറയുമ്പോൾ 6.3 മില്യൺ വ്യൂസ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ വീഡിയോ, ഓൾഡസ്റ്റ് ഫസ്റ്റ് വീഡിയോ ഡെൽ XPS 13, അതൊക്കെ ഇത്രയും വീഡിയോസ് ഉണ്ട്. 1.6K വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബ്രോ. അതൊരു വലിയ ജേണിയാണ്. ഫസ്റ്റ് വീഡിയോ എപ്പോഴിട്ട് 6 വർഷം മുമ്പാണ്. മിക്കവരും 6 വർഷം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 2018. അപ്പം എന്താണെങ്കിലും നമ്മൾ ബ്രോയുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇത്രയും ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയ ആ ഒരു ഒറ്റ വീഡിയോ. ഇപ്പോൾ ഹേറ്റേഴ്സ്, ഇപ്പോൾ അവൻ്റെ ബ്രോയുടെ ഫാൻസ് എൻ്റെ ഒന്ന് ചീത്ത വിളിക്കല്. ഫാൻസ് ഉണ്ട്, പക്ഷേ അതിലുപരി ഹേറ്റേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 100K വ്യൂസ് കിട്ടിയ ഒരു ചാനൽ ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജിൽ വ്യൂസ് കുറവാണ്. ഇപ്പോൾ 3 ദിവസമായിട്ട് 74K വ്യൂസേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിക്കായിപ്പോയി. എന്താണെങ്കിലും ഇപ്പം നമ്മൾ ആ ഒരു ഫേമസ് വീഡിയോ ആണ് വെക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റസ്റ്റ് വീഡിയോ വെച്ച് നോക്കാം. നമുക്ക് നേരെ ആ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു 20 സെക്കൻഡ് ഞാൻ ഓടിച്ചിട്ടു. എന്നുവെച്ചാൽ അത് നമ്മളുടെ ഈ വീഡിയോയുടെ അതാണ് അത്. അപ്പം നമ്മൾ വീഡിയോ വെച്ചിട്ടുണ്ട്, നമുക്ക് പ്ലേ ചെയ്യാം. ലെറ്റ്സ് ടോക്ക്. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇതിന്റെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ ടു മൈ ഹേറ്റേഴ്സ്. അതായത് എന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഹേറ്റേഴ്സ്. അത് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ വന്ന് ഡിസ്ലൈക്ക് ചെയ്തിട്ട് തെറി കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ പട്ടിയാണ്, ഇവൻ തെണ്ടിയാണെന്നൊക്കെ എഴുതി വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ചില നല്ലവരായ ആൾക്കാർ, അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ അതൊരു ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്. ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മാർഗം പറഞ്ഞു തരിക, അതാണ് ഒരു വഴി. പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ കാണാതിരിക്കുക, അത് രണ്ടാമത്തെ വഴി. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാനുള്ളതിന് പകരം ഡിസ്ലൈക്ക് ചെയ്യേണ്ടവർ ഡിസ്ലൈക്ക് ചെയ്യാം. അതിന് പകരം ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇഷ്ടപ്പെടുന്ന ബ്രോയുടെ ഭാഗത്തും പോയിന്റ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ യൂട്യൂബിൽ അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള യൂട്യൂബേഴ്സിന് തെണ്ടിയാണ്, പട്ടിയാണ്, അവൻ ചെറ്റയാണ്, അവൻ ഫേക്കാണ്, അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് വളർന്നു വരുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ എടുത്ത് വീഡിയോ ഇടും. ഞാൻ ഇതുവരെ റിയാക്ഷൻ അല്ലാതെ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വീഡിയോയിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ റോസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ അതിൻ്റേതായ മാന്യതയോടെയാണ് ഞാൻ റോസ്റ്റിങ്ങിലോട്ട് തന്നെ വന്നത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ റോസ്റ്റായിട്ട് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഇപ്പം ഞാൻ റിയാക്ഷൻ തന്നെ പറയാം. ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ തന്നെ ഞാൻ ബ്രോ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ കുറച്ചുകൂടി മാന്യമായിട്ട്, അങ്ങനല്ല, നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, അത് ബ്രോ ആ വ്യൂവറിന് ഇഷ്ടപ്പെട്ടില്ല, അത് നമുക്ക് കമൻറ്റ് ചെയ്ത് കമൻറ്റ് വഴി നമുക്ക് ആ ചാനലിൻ്റെ പുള്ളിയോട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ, ചാനൽ കാണാതിരിക്കുക. ഇപ്പോൾ ബ്രോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെയെന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് വ്യൂസ് കൂടും, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ വേറൊരു യൂട്യൂബറിനെ ഹേറ്റ് ചെയ്തുകൊണ്ട്
അവരെ ഇങ്ങനെയൊക്കെ വിളിച്ച് അങ്ങനെ വ്യൂസ് കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അതുമല്ല ഞാൻ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോസ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസിലോട്ട് പോകുന്നത്. പിന്നെ ചില റിയാക്ഷൻ വീഡിയോസ് ഞാൻ തന്നെ കണ്ടൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പോൾ ബ്രോയുടെ ഈ ഒരു കണ്ടൻറ്റ് വെച്ച് ഞാൻ അങ്ങനത്തെ ഒരു സംഭവത്തിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം എനിക്ക് ഹെയ്റ്റ് ഞാൻ വേറെ ഒരു യൂട്യൂബറിനെ ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നില്ല. സോ അപ്പം ആ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ട്. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറേ മഹാന്മാർ അതൊക്കെ എടുത്ത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും, റീപോസ്റ്റ് ചെയ്യും. മൈ ഗോഡ്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അവരെ വിചാരിക്കും എന്താ, ശരിയാ, നമ്മളിപ്പോൾ ഇപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിനെ ഹെയ്റ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ ഒരു ഹേറ്റേഴ്സ് കമ്മ്യൂണിറ്റി അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇത് അൺബോക്സിംഗ് ഡ്യൂഡിൽ തുടങ്ങിയ അത് അർജി പോവും, സോളോ വെനർ പോവും, അക്ഷയ വ്ളോഗർ പോവും. ഞാനിപ്പോൾ റിയാക്ട് ചെയ്ത എല്ലാ ചാനലിൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ പലരിടത്തോട്ട് ഇങ്ങനെ ഹെയ്റ്റ് ഇങ്ങനെ പടർന്ന് വരും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെയ്റ്റ് ചെയ്ത് അവന് വ്യൂസ് ഉണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഓണർ ആ സെയിം കണ്ടൻറ്റ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ അൺബോക്സിംഗ് ഡ്യൂട്ടി തുടങ്ങിയ സഞ്ജു ടെക്കി പിന്നെ ആരാ അങ്ങനെ പോയി അങ്ങനെ ഒരു ഹെയ്റ്റ് ചാനലാവും. ഇപ്പോൾ ഈ ചാനലിൻ്റെ ഫാൻസ് വരെ അത് ഹെയ്റ്റ് ചെയ്ത് പിന്നെ പക്ഷേ ഹേറ്റേഴ്സിന് അതൊരു കമ്മ്യൂണിറ്റി ആവും. ഹേറ്റേഴ്സ് എല്ലാം കൂടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കും. എന്താണെങ്കിലും അവർ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അത്രയും സപ്പോർട്ട്, നമ്മളെ കുറ്റം പറയുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും കുറ്റം പറഞ്ഞ് വീഡിയോ ഇടും. ഇന്ന് എന്നാണെങ്കിൽ നാളെ വേറെ യൂട്യൂബർ, വേറെ യൂട്യൂബറാണ്, പിന്നെ വേറെ അങ്ങനെ കുറ്റം പറയൽ മാത്രമാണ് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ചെയ്തു വരുന്നത്. നല്ലത് പറഞ്ഞിട്ട് വ്യൂസ് കിട്ടില്ലെങ്കിൽ കുറ്റം പറച്ചിൽ കാണുമ്പോൾ എന്തായാലും വ്യൂസ് കിട്ടുന്നവർക്ക്. അതുകൊണ്ട് ഒരാളെ പിടിച്ച് ടാർഗറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇത് തീർത്തുള്ള ഒരു തമ്പനയിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. കണ്ടില്ലേ? ഈ ഒരു മഹാനെ ഞാൻ ഈ പൊക്കും. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇവന്റെ എല്ലാ ഡീറ്റെയിൽസ് എന്റെ കൈ കിട്ടും. ഞാൻ വിളിക്കും, ഇവന്റെ വീട്ടിൽ പോയി ഞാൻ വീഡിയോ ചെയ്യും. ബ്രോയ്ക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബ്രോയുടെ ഫോട്ടോ, വീഡിയോ, വോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ എന്താ പറയുക, നാറി എന്നുള്ള ഭയങ്കര വേർഡ് യൂസ് ചെയ്യും. ഇവന്റെ ഒരു വിചാരം എന്താ, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഇടുന്നവരൊരു വിചാരം എന്താ വെച്ചാൽ ഇവന്മാരെ പൊക്കാൻ കഴിയില്ല, ഇവന്മാരെ പിടിക്കാൻ കഴിയില്ല എന്നാണ് ഇവൻ ഇപ്പൊ ഈ വീഡിയോയ്ക്ക് മുമ്പ് വരെ ഉള്ള വീഡിയോസ് ബ്രോ ആരെയും ചതിക്കാനുള്ള ഒരു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഒന്നെങ്കിൽ വ്ളോഗ് ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രാങ്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ആയിരിക്കും, അങ്ങനെ ഇല്ലെങ്കിൽ അൺബോക്സിങ്, അങ്ങനത്തെ ഡെയിലി വ്ളോഗ് ആണ് ബ്രോ മിക്കപ്പോഴും ഇടുന്നത്. പക്ഷെ ഇപ്പം അത്ര ഒരു ഇതായൊന്നുമില്ലെന്നേ ഉള്ളൂ. നമുക്ക് ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയോ വേറെ ഞാൻ കൂടുതൽ വീഡിയോസ് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആവും. സോ എന്താണെങ്കിലും നമുക്ക് ലേറ്റസ്റ്റ് വീഡിയോയും കൂടെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ അൺബോക്സിംഗ് ഡ്യൂഡിനെ റിയാക്ട് ചെയ്യാൻ ആരെങ്കിലും കമൻറ്റ് ചെയ്തായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മെയ് 2 8:30 കുരുത്തുകൾ ഒന്നുമില്ല കുഞ്ഞോ, മെയ് 2 8:30 ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഡെയിലി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് കണ്ടന്റിന്റെ ആവശ്യമില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ബ്രോ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തു, അതായത് സിനിമയ്ക്ക് പോകുന്ന ഒരു വീഡിയോ, സിനിമ കാണാൻ പോകുന്ന ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയും. സ്ക്രീനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലേസർ പ്രൊജക്ടർ വിത്ത് 4K ഡോൾബി അറ്റ്മോസിൽ സെൻട്രൽ ലൈറ്റ് 3 എന്താണെങ്കിലും നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം. ഏത് പടത്തിനാ പോയ? ആളൊന്നും ഇല്ലല്ലോ, കുറച്ചു പേരേ ഉള്ളൂ. വലിയ ആളൊന്നുമില്ല. ഏത് പടമാണെങ്കിലല്ലേ എനിക്ക് കാണാൻ ഒരു ഇതില്ല. എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഇനി കുറച്ചുകൂടെ റിയാക്ട് ചെയ്യാൻ പോയിരുന്ന വീഡിയോ ലോങ് ആവുമെന്ന്, പിന്നെ എനിക്കിത് കാണാൻ വേറെ ഒരു താല്പര്യമില്ല. രണ്ട് ഇതാണെങ്കിലും ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി എക്സ്ട്രാ ഓർഡിനറി കണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ ബൈ, സീ നെക്സ്റ്റ് വീഡിയോ.